ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചെമ്മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. ചെമ്മീൻ തേങ്ങ അരച്ച് വെക്കുന്ന കേട്ടോ. ആ ചെമ്മീൻ പറയുമ്പോൾ പ്രോൺസ് ചില ആളുകളുടെ നാട്ടിൽ വേറെ പല പേരുകളേക്കും ഓരോന്നിനും, അതുകൊണ്ടാണ് പ്രോൺസ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പേ നമ്മൾ ഈ വീഡിയോൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെമ്മീൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടി എടുത്തതിൻ്റെ കുറച്ച് കൂടുതലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 3-4 തക്കാളിയും ഒരു വെല്ലുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം പാടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം പാടി ഇട്ടിട്ട് ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കല്ലുപ്പ് ഇട്ടാലാണ് നമ്മളെ ഏതൊരു കറിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അത് നമ്മൾ ഇടുന്ന സമയത്ത്, അതായത് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഇനി പൊടികളൊന്നും കട്ടല്ലാണ്ടിരിക്കാൻ ജസ്റ്റ് ഒന്ന് കയ്യിലോണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ പൊടികൾ എപ്പോഴായാലും കട്ട കുത്തി കിടക്കും, അത് പിന്നെ ഒരു ചൊയ വ്യത്യാസം വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ചില അറിയാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഇതുപോലെയൊക്കെ പഠിച്ച് വരുന്നതല്ലേ. അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് രസത്തിന് ചേനൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേന പീസ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ അത് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ കുക്കർ മൂടി വെച്ച് നമ്മൾ ഒരു 2 വിസിലടിച്ച് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ച് വെച്ചാൽ തേങ്ങയിൽ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ലേശം ഒന്ന് വെള്ളം കൂട്ടി അരച്ചെടുത്താൽ കേട്ടോ. ഇനി നമ്മൾ മിക്സീൻ്റെ ജാറ് കുലുക്കി കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ എൻ്റെ മോള് ചെറുതായിട്ടൊന്ന് വെറുപ്പിച്ച്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ലേശം മല്ലിയില കോരിയിട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. കാരണം എന്താ, മല്ലിയില നമ്മളെപ്പോഴും കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ലാസ്റ്റിലേക്ക് ഓഫ് ചെയ്യാൻ നേരത്ത് അന്നേരം ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോഴാണ് ഈ കറിയിലേക്ക് ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുക. പിന്നെ ഇതിലേക്ക് നമ്മളിനി വറവിടാൻ പോകുന്നുണ്ട്. അതായത് ഒരു ചീനച്ചട്ടിൽ ലേശം വെളിച്ചെണ്ണ ഒക്കെ വെച്ച് നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മളെ ചെറിയ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതൊക്കെ അരിഞ്ഞിട്ടിട്ട്, മക്കളെ ഇനി പറയണ്ട, അടിപൊളിയാണ്. അങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ അതിലേക്ക് ലേശം കരിവേപ്പിലയും പിന്നെ ഉലുവ നമ്മൾക്ക് ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു വറവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ കറിയിലേക്ക് ഉലുവൻ്റെ ആ ഒരു ഇത് സെറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കമൻറ്റെങ്കിലും അയക്കണം കേട്ടോ. അതുപോലും ചെയ്യാണ്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ എൻ്റെ ഉമ്മൻ്റെ ചാനലാണ്. ഞാൻ ജസ്റ്റ് എഡിറ്റിങ്ങും വർത്താനം പറച്ചിലും മാത്രമേ ഉള്ളൂ. ആളാണ് ഫുൾ വീഡിയോ എടുക്കലും കുക്കിങ്ങും ഒക്കെ ഞാൻ ഒരുപാട് വട്ടത്തിന് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിത് രാവിലെ തന്നെ ഉണ്ടാക്കി, ചോറിനും അതുപോലെ തന്നെ രാവിലത്തെ ദോശക്കും കൂടി വേണ്ടി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബായ്.